കണ്ണൂരിൽ നിന്നും പിടികൂടിയ കടുവ ചത്തു. തൃശൂർ മൃഗശാലയ്ക്ക് കൊണ്ടുവരും വഴി കോഴിക്കോട് വെച്ചാണ് കടുവ ചത്തത്. ഇന്നലെ രാത്രി 8:30 വനംവകുപ്പ് സംഘം കടുവയുമായി തൃശൂരിലേക്ക് പുറപ്പെട്ടത്. തിയോഫിനുടെ വിശദാംശങ്ങളുമായി. തിയോഫിൻ, കഴിഞ്ഞ ദിവസമായിരുന്നു കണ്ണൂരിലെ കൊട്ടിയൂരിൽ നിന്നും ഇത്തരത്തിലൊരു കടുവ കുടുങ്ങുകയും തുടർന്നതിനെ മയക്കുവെടിവെച്ച് പിടികൂടുകയും ചെയ്തത്. ഇന്നിപ്പോൾ കടുവ ചത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ആര്യ, 10 വയസ്സോളം പ്രായമുള്ള ആൺകടുവയാണ് ഈ ചത്തത്. തൃശ്ശൂരിലേക്ക് കൊണ്ടുവരാനായിരുന്നു തീരുമാനം. കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് ആദ്യം വനം വകുപ്പിന്റെ തീരുമാനം കണ്ണൂരിൽ കൊട്ടിയൂരിൽ നിന്നും പിടികൂടിയ കടുവയെ കാട്ടിലേക്ക് കയറ്റിവിടാൻ ആദ്യം ആലോചിച്ചിരുന്നു. ജനങ്ങളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ കടുവയ്ക്ക് ഒരു പല്ല് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വനത്തിലേക്ക് കടുവയെ വിട്ടുകഴിഞ്ഞാൽ അതിന്റെ ആഹാര കാര്യം പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ടാണ് മൃഗശാലയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. തൃശ്ശൂർ നഗരത്തിലുള്ള മൃഗശാലയിലേക്ക് കൊണ്ടുവരാനായിരുന്നു തീരുമാനം. അതിനൊരു കാരണം കൂടിയുണ്ട്. സാധാരണ കടുവകളെ കൊണ്ടുവന്നിരുന്നത് തൃശ്ശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ്. എന്നാൽ ഈ കടുവകളെ ഒരു മൃഗശാലയിലേക്ക് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ സുവോളജിക്കൽ പാർക്കിൽ എത്തിക്കുമ്പോൾ കടുവയെ ക്വാറന്റൈനിൽ താമസിപ്പിക്കേണ്ടതുണ്ട്. അതായത് 1.5 മാസം മുതൽ 2 മാസം വരെയുള്ള സമയം ഈ ഒറ്റയ്ക്ക് കടുവയെ ഒരു കൂട്ടിലിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട്. ഡോക്ടർമാരും വിദഗ്ധരും നിരീക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ക്വാറന്റൈനിൽ താമസിപ്പിക്കാനുള്ള സൗകര്യത്തിന്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് പകരം തൃശ്ശൂർ നഗരത്തിലുള്ള മൃഗശാലയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അങ്ങനെ അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം ഇവിടെ ഇന്നലെ തന്നെ തയ്യാറായിരുന്നു. രാത്രിയോടെ ഒരുക്കങ്ങൾ കഴിഞ്ഞിരുന്നു. രാവിലെ കണ്ണൂരിൽ നിന്നുള്ള കടുവ തൃശ്ശൂരിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇതിനിടെയാണ് രാവിലെ കടുവ ചത്തതായുള്ള ഒരു വിവരം ഇവിടെ മൃഗശാല അധികൃതർക്ക് ലഭിക്കുന്നത്. കോഴിക്കോട് വെച്ചാണ് കടുവ ചത്തത്. കടുവയുടെ മൃതദേഹം ഇനി പൂക്കോട് വെറ്ററിനറി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക. ശരി. കണ്ണൂരിൽ നിന്നും പിടികൂടിയ കടുവ ചത്തു. തൃശൂർ മൃഗശാലയിലേക്ക് കൊണ്ടുവരും വഴി കോഴിക്കോട് വെച്ചാണ് കടുവ ചത്തത്. ഇന്നലെ രാത്രി 8:30 വനംവകുപ്പ് സംഘം കടുവയുമായി തൃശൂരിലേക്ക് പുറപ്പെട്ടത്. തിയോഫിനാണ് വിശദാംശങ്ങൾ നൽകിയത്.